ഹായ് അസ്സലാമലൈക്കും, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നല്ല മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ നമ്മൾ മറ്റേ കുക്കിംഗ് ചാനലിലേക്ക് ഒരു വീഡിയോ എടുക്കണം, ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിന് എല്ലാം തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുക കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് എത്രയും കഷ്ടപ്പാടുള്ളൊരു സംഭവമാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ആക്കി ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കേട്ടോ. നമ്മൾ ഈ പൊടികളും കാര്യങ്ങളൊക്കെ വേറെ വേറെ ബൗളിലെടുക്കുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനാവും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്, അതാകുമ്പോൾ ഒരു ബൗളിൽ കഴുകിയാൽ മതിയല്ലോ. അങ്ങനെ വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഇനി കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുക കേട്ടോ. ദോശ ഉഴുന്ന ദോശയാണ്. ഷബാസിന് പരത്താതെ വേണം, ഫിദാക്ക് പരത്തിയത് എണ്ണ തേക്കാതെ വേണം, ഷബാസിന് എണ്ണ തേച്ചത് വേണം. ഷാഫ്ക്കാക്ക് പരത്താതുള്ള ദോശ ഇഷ്ടമല്ല, ഷാഫ്ക്കാക്ക് പരത്തിയിട്ട് വേണം. അങ്ങനെ പരത്തിയതും പരത്താത്തതും ഒക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പല ദോശയും ചുട്ടെടുത്ത് അതിൻ്റെ ശേഷം സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സാമ്പാർ വറവിട്ടിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ടൊരു റെസിപ്പി വീഡിയോ എടുക്കാനൊരു ടൈമിങ് ഒന്നും നമുക്ക് പറ്റില്ല. കാരണം അതിനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേറെ എടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതിന് സ്പെഷ്യലായിട്ടൊരു റെസിപ്പി ആയിട്ട് ഇടാറാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അല്ലാതെ നമുക്ക് വീഡിയോക്കായിട്ടൊരു റെസിപ്പി കണ്ടുപിടിച്ച് അതിനൊരു ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. വീട്ടിൽ വേറെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ ചാനലിലും വീഡിയോസൊക്കെ ഇടണ്ടേ, അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി പോവുക ചെയ്യാം കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. എൻ്റെ മറ്റേ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ റെസിപ്പി ഇട്ടാ. അങ്ങനെ ചായയോടി കഴിഞ്ഞ് ഉച്ചക്ക് ചോറിനും ആ സാമ്പാർ തന്നെ ആയിരുന്നു കേട്ടോ. മുളക് വറുത്തതും ഉണക്കൽ പൊരിച്ചതും ബീറ്റ്റൂട്ട് ഉപ്പേരി അങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. മഴയത്ത് പിന്നെ അങ്ങനെയൊക്കെയല്ലേ കഴിക്കാനും ടേസ്റ്റ്. പിന്നെ റോബസ്റ്റ് പഴം അത് നിർബന്ധമാണല്ലോ, അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്, അത് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ അതാ ഉച്ചക്ക് നല്ല മഴ തന്നെയാണ് കേട്ടോ അവിടെ. ഉച്ചയ്ക്ക് ശേഷം ഷാഫ്ക്കാക്ക് പുഴുക്ക് കഴിക്കണം എന്നും പറഞ്ഞ് ടൗണിൽ പോയി പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുഴുക്ക് ഉണ്ടാക്കുന്ന തിരക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് റെസിപ്പി മുഴുവനായിട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് ഇനിയും കപ്പപ്പുഴുക്ക് വെക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക വ്ളോഗിൽ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. പിന്നെ മറ്റേ ചാനലിൽ ഒരുപാട് കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ ചാനലിൽ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഷാഫ്ക്കായും മക്കളൊക്കെ ഈ ഒരു പരിപാടിയിലാണ്. സ്കൂളിൽ നിന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പൊതിയിടുന്ന തിരക്കാട്ടോ. അപ്പോൾ പൊതിയൊക്കെ ഇട്ട് സ്കൂൾ തുറക്കാനായില്ലേ, അപ്പോൾ പൊതിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ പരിപാടി അങ്ങ് തീരുമല്ലോ. ഷാഫ്ക്കാക്ക് തന്നെയാണ് ഇടാറ് പൊതി. എനിക്ക് മടിയാട്ടോ ആ പരിപാടിക്കൊക്കെ അറിയും എങ്കിലും ഭയങ്കര മടിയാണ്. ഷാഫ്ക്കാക്ക് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാത്തത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇടുകയൊക്കെ ചെയ്യും, വേണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതാ ഷാഫ്ക്കാക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ പൊതി ഇടുന്നതെന്ന് അറിയാത്തവരുണ്ടാവുമല്ലോ അല്ലേ, അവർക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് പത്രം, അതുപോലെ മനോരമ, മംഗളം അതിൻ്റെ മുഖചിത്രമൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ നോട്ടൊക്കെ ടെസ്റ്റും പത്രം വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പൊതിഞ്ഞിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാത്തിനും സാധനങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, നനയുകയല്ല കേട്ടോ. പ്ലാസ്റ്റിക് കോട്ടിങ് പുറത്ത് വരുന്നതുകൊണ്ട് പുസ്തകമൊന്നും പെട്ടെന്ന് നനയില്ല. മഴയൊക്കെ ഇവർക്ക് ഒരുപാട് നടക്കണം സ്കൂളിലേക്ക്. സ്കൂള് വിട്ട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവർക്ക്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററിലധികം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കൊക്കെ നനയാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബുക്ക് പൊതിയിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷാഫ്ക്ക വന്നിട്ടുണ്ട്. ഞങ്ങളിതാ കപ്പ കൂട്ടുന്നുണ്ട്. കപ്പ പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കപ്പ നന്നായിട്ട് ഉടക്കണം കേട്ടോ. ഒരു തരിയില്ലാതെ ഉടക്കണം. ഷാഫ്ക്കാ ഉള്ളതുകൊണ്ട് ഷാഫ്ക്കാനെ വിളിക്കും കേട്ടോ. ഇല്ലാത്ത സമയത്ത് നമുക്കതിന് പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് തരും, എന്നിട്ട് വിളിക്കും കേട്ടോ. അപ്പം ഒന്ന് ഉടച്ച് തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉടക്കും. അപ്പോൾ നമുക്ക് അപ്പം പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
സാധാരണയാണ് രീതിക്ക്. ഞാൻ തേങ്ങ വറുത്ത് ഇട്ടിട്ടൊന്നുമില്ല. ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലിട്ട് വറവ് ചെയ്തിട്ടോ. പിന്നെ മല്ലിയില പിന്നെ അത് നിർബന്ധമാണല്ലോ, അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്ന വിളമ്പുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വന്ന് ചായ കൊടുത്ത് ഒരു പോയപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് ശരിയില്ലല്ലോ വെച്ച് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ കേട്ടോ നമ്മളെ മുറ്റത്തുനിന്ന്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഞാനൊരു കോട്ടൺ തുണിയിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വേറൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് നമുക്ക് ഉപ്പ് തേച്ചിട്ട് കുപ്പിയിലാക്കി വെക്കണം. ഇനി കുറച്ചുകൂടെ പറിക്കാനുണ്ട്. അത് തറവാട്ടിലേക്ക് കൊടുക്കുകയും വേണം കേട്ടോ. പറിച്ചിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഒന്ന് ഇതേപോലെ ഉപ്പിട്ട് വെക്കുക കേട്ടോ. ഞാൻ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലോണം പിടിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. ഇതെന്താവുമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാ എന്തായാലും ഇത് ഞാൻ അച്ചാറാക്കുന്ന വീഡിയോ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അച്ചാറാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്ഥിരമായി റെസിപ്പി പറഞ്ഞിരുന്ന ആളാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ്. അവൾ എപ്പോഴും അച്ചാറും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസമാണ് എനിക്ക്. പക്ഷെ ഞാനിടുന്നത് കൊണ്ട് നമുക്കൊന്ന് നോക്കണമല്ലോ, ഫസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അച്ചാറാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കും. അച്ചാറും സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് എന്തായാലും ഒരു മാസമെങ്കിലും ഇങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സുറുക്കിയൊന്നും ഒഴിക്കുന്നില്ല. ഇങ്ങനെ 4ആയിട്ട് കീറുക. അതിൻ്റെ ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് നല്ലതെന്നാണ് പറഞ്ഞത്. പൊടിയുപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ പൊടിയുപ്പ് തേച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 3-4 നാരങ്ങ ബാക്കിയാണ്. അത് മുറിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അടച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അത് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം ഇത് എന്തായി എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പരിപാടിയായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിയാണ്. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റ് എന്താണെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുക. അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഇനിയും വീഡിയോ ചെയ്യാൻ ഉള്ളൊരു പ്രചോദനം. അത് മറക്കാതിരിക്കുക. എന്താണെങ്കിലും ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം പിന്നെ കാണാം. താങ്ക് യു.